ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു മീൻ പെരട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു സെമി ഗ്രേവിയോട് കൂടിയിട്ട് നല്ല ടേസ്റ്റിയായി പത്തിരിയുടെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെ എല്ലാം കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ചോറിൻ്റെ കൂടെ ഈ ഒരു മീൻ പെരട്ട് ഉണ്ടെങ്കിൽ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. നമുക്കിത് ഉണ്ടാക്കിയതിന് ശേഷം 2-3 ദിവസം വരെ ചൂടാക്കി കേടുകൂടാതെ വെക്കാൻ പറ്റും. അപ്പോഴേക്കും ഇത് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 3 അയിലയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ വരഞ്ഞു വയ്ക്കുമ്പോഴാണ് അതിൽ കറക്റ്റായിട്ട് മസാലയെല്ലാം ഉള്ളിൽ നന്നായി പിടിച്ചു വരുന്നത്. ആദ്യം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, മേലിൽ പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി 1 ടീസ്പൂൺ വിനെഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ഇനി നമുക്കിത് ഓരോ അയിലയായിട്ട് എടുത്തിട്ട് അതൊന്ന് തേച്ച് കൊടുക്കാം. ഉള്ളിലെല്ലാം നന്നായി തന്നെ മുളകൊന്ന് പിടിച്ചു വരണം. ഇതുപോലെ ഓരോ അയിലയും എടുത്തിട്ട് മസാല ഒന്ന് അതിൽ തേച്ച് കൊടുക്കാം. ഇപ്പം 3 അയിലയിലും മസാല നന്നായി തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും മസാലയെല്ലാം അയിലയിൽ നന്നായി തന്നെ പിടിച്ചു വരും. ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഫിഷിലെല്ലാം നന്നായി തന്നെ മസാല പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഓരോ അയിലയായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിനുള്ള വെച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇതിന് മുകളിൽ അല്പം വേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആയി വരുന്നവരെ വെയിറ്റ് ചെയ്യും. ഇപ്പോൾ 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും, ഓവറായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 പച്ചമുളക് ചതച്ചതും 2 ചുവന്നുള്ളി ചതച്ചതും 1 പീസ് ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റി ഇതിൻ്റെ റോസ്മെല്ലൊന്ന് മാറി വരണം. ഈ സമയം നമുക്ക് ഇതിലോട്ടൊരു ചെറിയ സവാള ചോപ്പ് ചെയ്ത് വെച്ചതാണ്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റായി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള എല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് ഇനി തക്കാളി കൂടെ ചേർത്ത് കൊടുക്കണം. തക്കാളി ഞാനിവിടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു തിക്നെസ് ലഭിക്കും. 2 തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും റോസ്മെല്ലൊന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളി എല്ലാം നന്നായി തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, മുളക് പൊടിയെല്ലാം നമ്മുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഓരോ മുളകിൻ്റെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി
ഇതെല്ലാം റോസ്മെല്ലൊന്ന് മാറി വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളെപ്പോഴും പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. ഇപ്പോൾ പൊടികളുടെ റോസ്മെല്ലെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അത് നന്നായി പിഴിഞ്ഞെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഗ്രേവിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലോട്ടുള്ള അല്പം ഉപ്പ് മാത്രമേ ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലോട്ട് അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിനുള്ളിൽ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 4 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കറിയെല്ലാം ഒന്ന് കുഴമ്പ് രൂപത്തിലായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് ഫ്രൈ ചെയ്ത ഫിഷും കൂടെ ചേർത്ത് കൊടുക്കാം. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും ലഭിക്കുന്നത്. ഇപ്പോൾ 3 ഫിഷ് ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ സിമ്മിൽ തന്നെ വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ്സ് കൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും ഈ മസാലയും പുളിയെല്ലാം മീനിൽ നന്നായി പിടിച്ചു വരും. ഇപ്പോൾ ഒരു 3 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഫിഷിലെല്ലാം മസാല നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. നമ്മളിതൊന്ന് കവർ ചെയ്ത് വെച്ചുകൊണ്ട് ഫിഷിൻ്റെ മുകൾ ഭാഗത്തും കൂടെ നന്നായി മസാല പിടിച്ചു വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഇനി മറിച്ചിടേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അല്പം വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അയില വറ്റിച്ചത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് വേറെ ഏത് ഫിഷ് വെച്ചിട്ട് ഇതേ രീതിയിൽ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. നമുക്കിത് ചൂടാക്കി 2-3 ദിവസം വരെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ആദ്യം ഉണ്ടാക്കിയതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും പിറ്റേ ദിവസം കഴിക്കാനായിട്ട്. നമുക്കിത് രാത്രി ഉണ്ടാക്കി വെച്ചാൽ പിറ്റത്തെ ദിവസത്തേക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്